ഇളാവൃത്തം എന്ന ശ്രീമദ് മഹാഭാഗവതത്തിലെ കഥാഭാഗം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർവതി ദേവിയുടെ ശാപത്താൽ സുദ്യുമ്നൻ എന്നറിയപ്പെടുന്ന ക്ഷത്രിയ രാജാവ് ഇളയെന്ന പേരോടുകൂടി സുന്ദരിധാമമായി മാറുന്നത് കണ്ടു. അതിനുശേഷം വസിഷ്ഠന്റെ അനുഗ്രഹത്തോടുകൂടി ഇളയ്ക്ക് 1 മാസം സ്ത്രീയായും 1 മാസം പുരുഷനായിട്ടിരിക്കാനും സാധിച്ചു. അങ്ങനെ സ്ത്രീയായിട്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രപുത്രനായ ബുധൻ അവളെ കാണുകയും ഒടുവിൽ പ്രണയം തോന്നുകയും ചെയ്തു. ഇനി ആരാണ് ഈ ബുധനെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ചന്ദ്രന്റെ ഭാര്യയായ താരയ്ക്ക് ദേവഗുരുവായ ബൃഹസ്പതിയോട് ഒരു രഹസ്യ വേഴ്ചയുണ്ടായിരുന്നു. ഒടുവിൽ അവൾ ഗർഭിണിയായപ്പോൾ ചന്ദ്രനും ബൃഹസ്പതിയും തമ്മിൽ തർക്കമുണ്ടായി. ഒടുവിൽ ബ്രഹ്മാവ് ആ തർക്കം പരിഹരിച്ചു. താരയുടെ വയറ്റിലുള്ള കുഞ്ഞ് ചന്ദ്രന്റേതാണെന്ന് വിധി കൽപ്പിച്ചു. താര പ്രസവിച്ചപ്പോൾ അതിരറ്റ തേജസ്സോടും വീര്യത്തോടും കൂടിയ ആ കുഞ്ഞിന് ബുധൻ എന്ന നാമകരണവും ചെയ്തു. ഇളയെ ബുധൻ കാണുകയും പിന്നീട് അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇളയ്ക്കും ബുധനുമുണ്ടായ കുഞ്ഞാണ് ആദ്യ ചന്ദ്രവംശ രാജാവായ പുരൂരവസ്. പിന്നീട് ഇള പാർവതി പരമേശ്വരന്മാരെ പ്രീതിപ്പെടുത്തി അംബിക ശാപത്തിൽ നിന്നും മോചനവും നേടി. നാളെ മുതൽ നമ്മൾ പുരൂരവസിനെ കുറിച്ചുള്ള ചരിത്രം കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.